അപ്പോൾ കുത്തുബുൽ ആലം ഒരാളും നല്ല റിഫായ ഷെയ്ഖിൻ്റെ മുരീദന്മാരൊക്കെ കുത്തുബുൽ ആലമായപ്പോൾ നമ്മൾ ഖാജ അജ്മീർ തങ്ങളെ മുരീദന്മാരൊക്കെ അക്കാലഘട്ടത്തിൽ കുത്തുബായുന്നുണ്ട് ചരിത്രത്തിൽ. എല്ലാവരും പാടൊന്നായിട്ട് കുത്തുബാല എങ്ങനെ അത് ഒരാൾ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ കുത്തുബാന്ന് പോലുണ്ട്. ഒരു ദിവസം നിസ്ഫുല്യവും, ഒരു ദിവസത്തിൻ്റെ പകുതി കുത്തുബ, ഒരാഴ്ച കുത്തുബ്, 1 മാസം കുത്തുബ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ആളുകൾക്ക് കുത്തുബാകാലോ. എന്താ അതുകൊണ്ട് ഉപകാരം? സുബ്ഹാനല്ലാഹ്. കുത്തുബ് എന്ന സ്ഥാനത്ത് കയറി 1 സെക്കൻഡ് കിട്ടിയാൽ മതി, പിന്നെ അത് വേറൊരു ലോകമാണ്. മാരിഫത്തിൻ്റെ തുറക്കപ്പെടുന്നത് വേറൊരു ലോകമാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ പരിപാടി, മനസ്സിലായോ? ഖാജാ മൊയ്‌നുദ്ദീന്റെ കാലത്ത് എല്ലാവരും കുത്തുബായത്ര. അപ്പൊ എന്താ കാര്യം? ചിലപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിക്കാണ്ട് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി തല്ലുമുടി വിടുമല്ലോ. അപ്പൊ എല്ലാവർക്കും ഓരോ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത വകുപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അതുപോലത്തെ ഒരു ടെക്നിക്കാണിത്. ആരും പണക്കാൻ പറ്റൂല. അങ്ങനെ എല്ലാവരും പിടിച്ചിക്കാണ്ട് കുത്തുബാക്കും. കുത്തുബാക്കാരെ ആജീവനാന്ത കുത്തുബൊന്നുമല്ലോ കേട്ടോ. 1 മാസത്തിന് കുത്തുബ്, ആഴ്ച കുത്തുബ്, ദിവസ കുത്തുബ്, മാസക്കൂലി ദിവസക്കൂലി എന്നൊക്കെ പറഞ്ഞ മാതിരി ആഴ്ച കുത്തുബ്, ദിവസ കുത്തുബ്, മണിക്കൂർ കുത്തുബ്, മിനിറ്റ് കുത്തുബൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും സംതൃപ്തിയായി, എല്ലാവർക്കും അതിൻ്റെ അത് കിട്ടിയല്ലോ, അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുമല്ലോ. വലിയ ആനുകൂല്യമാണ് കുത്തുബ് പറഞ്ഞാൽ, ഭയങ്കര സ്ഥാനമാണ്. നമ്മൾ MLA പിന്നെ PA എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടല്ലോ, പിന്നെ ആജീവനാന്തം പെൻഷൻ എന്നൊക്കെ പറഞ്ഞേക്കാം, അള്ളാഹു ആലം. അപ്പൊ അങ്ങനെ ആ തസ്തീക്കാണ് കയറി കഴിഞ്ഞ പിന്നെ കാലാകാലത്തിന് സുഖം അനുഭവിക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും കുത്തുബിനും വേണ്ടി കച്ചറ ഉണ്ടാക്കും. അപ്പൊ എല്ലാവരും പിടിച്ച് ഓരോ മിനിറ്റ് കുത്തുബ്, അങ്ങനെ ഓരോ മണിക്കൂർ കുത്തുബ്, അങ്ങനെ ഉണ്ടല്ലോ. ഈ കുട്ടികൾ സാറ്റ് കളിക്കുമ്പോൾ കുറെ നേരം ഒരുത്ത എണ്ണീറ്റ് മറ്റോലെ ഒളിച്ചിക്കും. എന്നിട്ട് മറ്റോ വന്നിട്ട് പറയും, ഇത്ര നേരം ഞാൻ എണ്ണിയില്ലേ, ഇജ്ജ് ഒളിച്ചിരുന്നില്ലേ, ഇനി ഇജ്ജ് എണ്ണ്, ഞാൻ ഒളിച്ചിക്കുക എന്ന് പറയും. എന്നിട്ട് പക്ഷേ സാറ്റ് എന്ന് പറഞ്ഞ മാതിരി ഇത്ര നേരം ഇജ്ജ് കുത്തുപോയില്ലേ, ഇനി കുറച്ചു നേരം ഇജ്ജ് മുരീദാകെ ഞാൻ കുത്തുവാകാ, ഇത്ര നേരം ഇജ്ജ് കുത്തുബേനു ഞാൻ മുരീദേനു, ഇനി നേരെ തിരിച്ച്. അങ്ങനെയൊക്കെ ഓരോരോ ഒരു പരിപാടികളാണ് ഈ കുത്തുബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. മനസ്സിലായ? എങ്ങനെയുണ്ട് ഇത് കേൾക്കാൻ? നല്ല രസം ഇത് കേൾക്കാൻ. ഇവന്മാരെ എല്ലാ വിശ്വാസങ്ങളും എല്ലാ നിലപാടുകളും അങ്ങനെ തന്നെ. താനീ കോമഡി.